നിർമ്മല സീതാരാമൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിനെയും വീണ്ടും പൊളിച്ചെടുക്കുമോ? GSTയിലെ പോരായ്മ, കേരളത്തിന് IGSTയിൽ വൻ നഷ്ടം, 25,000 കോടി വരെയെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന സമിതിയെ നിർമ്മല സീതാരാമൻ പൊളിച്ചെടുക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. രാജ്യത്തെ GST സംവിധാനത്തിലെ പോരായ്മ കാരണം അന്തർ സംസ്ഥാന വ്യാപാരത്തിൽ നികുതി ഇനത്തിൽ കേരളത്തിന് വൻ നഷ്ടമെന്ന സംസ്ഥാന ധനവ്യയ അവലോകന കമ്മിറ്റി റിപ്പോർട്ട്. ഇത് പരിഹരിക്കാൻ കേരളം ഉൾപ്പെടുന്ന ഉപഭോക്തൃ സംസ്ഥാനങ്ങളുടെ GST കൗൺസിലിൽ കൂട്ടായ ശ്രമം വേണമെന്ന് കമ്മിറ്റി നിർദ്ദേശിച്ചു. 2020-2021 റിപ്പോർട്ട് ധനവകുപ്പ് നിയമസഭയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. GST നടപ്പായ 2017 ജൂലൈ 1 മുതൽ 2020-2021 വരെ ഇങ്ങനെ 20,000 കോടി മുതൽ 25,000 കോടി വരെ നഷ്ടമായെന്നാണ് റിപ്പോർട്ടിലെ അനുമാനം. 2022 ജൂൺ വരെ കേന്ദ്രത്തിൽ നിന്ന് നഷ്ടപരിഹാരം കിട്ടിയിരുന്നു. നഷ്ടപരിഹാരം നിലച്ചതോടെ ഇതുവഴിയുള്ള നഷ്ടം കൂടുമെന്നാണ് കമ്മിറ്റിയുടെ മുന്നറിയിപ്പ്. റിപ്പോർട്ടിലെ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ചോർന്നത് വിവാദമായിരുന്നു. ഈ വർഷം ജൂണിലാണ് പ്രൊഫസർ D. നാരായണ അധ്യക്ഷനായ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചത്. GST സമ്പ്രദായം ഉപഭോക്തൃ സംസ്ഥാനങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന നിഗമനത്തിലാണ് കേരളം സ്വാഗതം ചെയ്തത്. എന്നാൽ ഇപ്പോഴും ഉൽപാദക സംസ്ഥാനങ്ങൾക്കാണ് പ്രയോജനം കിട്ടുന്നതെന്ന് സമിതി വിലയിരുത്തി. IGST സംബന്ധിച്ച ഡേറ്റ സംസ്ഥാനങ്ങൾക്ക് കിട്ടാത്തതാണ് പ്രശ്നം നേരിടാൻ തടസ്സമാകുന്നത്. ഇത് പഠിക്കാൻ കേരളം കമ്മിറ്റി രൂപവൽക്കരിച്ചിരുന്നു. അന്തർ സംസ്ഥാന വ്യാപാരം സംബന്ധിച്ച വിവരങ്ങൾ കേരളം GST കൗൺസിലിൽ ആവശ്യപ്പെട്ടിരുന്നു. വിവരങ്ങൾ കൈമാറാമെന്ന് കഴിഞ്ഞ GST കൗൺസിൽ തീരുമാനിച്ചതായി ധനവകുപ്പ് അറിയിച്ചു. കടം വളരുകയാണ് വരുമാനത്തെക്കാൾ വേഗത്തിൽ. 2011-2012 മുതൽ 2019-2020 വരെയുള്ള 10 വർഷത്തിൽ കേരളത്തിൽ കടത്തിന്റെ വളർച്ചാ നിരക്ക് ആഭ്യന്തര വരുമാന വളർച്ചാ നിരക്കിനേക്കാൾ കൂടുതലാണെന്ന് കമ്മിറ്റി നിരീക്ഷിച്ചു. ഈ 10 വർഷം കടത്തിന്റെ വളർച്ച 14.53% സമ്പദ് വ്യവസ്ഥ വളർന്നതാകട്ടെ 9.26% എന്ന നിരക്കിലും. 2011-2012 മുതൽ 2015-2016 വരെയുള്ള 5 വർഷം കടവും ആഭ്യന്തര വരുമാനവും തമ്മിലുള്ള അനുപാതം 24.56% നിന്ന് 28%. ധനകാര്യ കമ്മീഷൻ നിശ്ചയിച്ചത് 25%. 2018-2019 പ്രളയ വർഷത്തിൽ ഇത് 31.58 ആയി ഉയർന്നു.